ഗായ്സ്, ചക്കക്കാലം തുടങ്ങിയാൽ പിന്നെ നമുക്ക് ആഘോഷമാണ് കേട്ടോ. അങ്ങനെ നമുക്കൊരു ചക്ക കിട്ടിയായിരുന്നു. പിന്നെ അയൽവക്കത്തുള്ള എല്ലാവരും വന്ന് നമ്മളും എല്ലാവരും കൂടെ കൂടിച്ചേർന്നൊരു ചക്ക വേവിച്ച കഥയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്, പണ്ടൊക്കെ ആളുകളെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലൊരു ചക്ക കിട്ടിക്കഴിഞ്ഞാൽ അത് മുറിച്ച് എല്ലാവർക്കും ഷെയർ ചെയ്ത് അന്ന് എല്ലാ വീട്ടിലും ചക്കയായിരിക്കും. ഇന്ന് പക്ഷേ ചക്കയ്ക്ക് വേണ്ടി ഇരുന്ന് ആരും മെനക്കെടാറുമില്ല. പൊളിക്കാനും എടുക്കാനും ഒക്കെ പാടായതുകൊണ്ട് ആരും അതിനു വേണ്ടി തുനിയത്തില്ല. അപ്പം നമ്മളങ്ങനെയല്ല കേട്ടോ. ഒരു ചക്ക കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് അയൽവക്കത്തുള്ള എല്ലാവർക്കും കൊടുക്കും. നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ, അവരും കഴിക്കട്ടെന്നേ. അങ്ങനെ നമ്മൾ ചക്കയൊക്കെ പറിച്ച് അതൊക്കെ വേവിച്ച് അടിപൊളി ഉണക്കമീനും കടുമാങ്ങ അച്ചാറും ഒരു ചമ്മന്തിപ്പൊടിയൊക്കെ കൂടെ ആയപ്പോൾ ഒരു കട്ടനൊക്കെ ആയപ്പോഴത്തേനെ സംഗതി പൊളിച്ചു. നമ്മൾ മലയാളികളുടെ പൊതുവായിട്ടുള്ള വികാരമാണില്ലേ ചക്കയും കപ്പയൊക്കെ. ഇപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരിത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ശപിക്കരുത് പ്ലീസ്. കാരണം ചക്കയൊക്കെ നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ലല്ലോ. കിട്ടിയാൽ തന്നെ വെളിയിലൊക്കെ ആകുമ്പോൾ അതിന് നല്ല റേറ്റും ആയതുകൊണ്ട് വാങ്ങിക്കാൻ ഒരു മടി കൂടെ ആയിരിക്കും ഇല്ലേ. അപ്പം നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ചക്കയായിട്ടുണ്ട്. ഇതുപോലുള്ള നാടൻ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ചക്ക പൊളിക്കാൻ കൂട്ടിന് 2 അതിഥികളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യം കുശാൽ.